കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഭക്തന്മാരുടെ ഒപ്പമുണ്ട് നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാനെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കേട്ടിട്ട് അവയ്ക്കെല്ലാം നിവൃത്തി തരുന്നതാണ്. അപ്രകാരമുള്ള നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ ഒരു കള്ളന് ദർശനം കൊടുത്ത കഥ നമുക്ക് കേൾക്കാം. ഈ കള്ളനാണെങ്കിൽ മോഷണത്തിന് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് വെളിയിലോട്ട് പോകാറുള്ളൂ. അതുപോലെ തന്നെ മോഷണ ശ്രമത്തിനിടയ്ക്ക് ആരെങ്കിലും പിടിക്കാൻ വരികയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ കള്ളൻ ദയാദാക്ഷിണ്യം ഒന്നുമില്ലാണ്ട് ആ പിടിക്കാൻ വരുന്നവരെ തല്ലുകയും മറ്റും ചെയ്യുമായിരുന്നു. കൊല്ലാൻ പോലും മടിക്കാറില്ല. അത്രയ്ക്ക് ഒരു നിഷ്ഠൂരനായ ഒരു കള്ളനായിരുന്നു. അങ്ങനെയുള്ള ഈ കള്ളനുണ്ടല്ലോ, ഒരു ദിവസം മോഷ്ടിക്കാനായിട്ട് ഒരു വീട്ടിലേക്ക് കയറി. ആ വീട്ടിൽ ഒരു കല്യാണത്തിൻ്റെ ചടങ്ങ് നടക്കുകയായിരുന്നു. കല്യാണ വീടായിരുന്നു അത്. ആ വീട്ടിലെ പെൺകുട്ടിയുടെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതുകൂടാതെ അവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് ആ കുട്ടിയുടെ വീട്ടുകാർ കറകളഞ്ഞ ഗുരുവായൂരപ്പ ഭക്തരായിരുന്നു. ആയതിനാൽ അവർ ഈ കല്യാണ സമയത്ത് ഭാഗവത സപ്താഹ യജ്ഞം നടത്തുകയുണ്ടായി. ഭാഗവത സപ്താഹം ഇവിടെ എങ്ങനെ നടക്കുകയാണ്, ആ സമയത്ത് ഈ കള്ളനുണ്ടല്ലോ വീടിൻ്റെ പുറകുവശത്തെ വാതിൽ കൂടെ പതുക്കെ അകത്തോട്ട് കയറി. ആ വീട്ടിലാണെങ്കിൽ നിറയെ ആൾക്കാരുണ്ട്. എന്നാലും കള്ളൻ ആലോചിച്ചു, ഇത് കല്യാണ വീടല്ലേ, സ്വർണ്ണം ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ, അതെല്ലാം നമുക്ക് എടുക്കാം എന്നൊക്കെ ഉദ്ദേശിച്ചിട്ട് ഈ കള്ളൻ പ്രകാശത്തെ വാതിൽ കൂടി വീടിനകത്തോട്ട് കയറി പതുങ്ങി അങ്ങനെ ചെല്ലാണ്. എന്തായാലും ആൾക്കാരുടെ കണ്ണിലൊന്നും പെടാണ്ട് കള്ളൻ ഒരു ഭാഗത്തെത്തി. കള്ളൻ അങ്ങോട്ട് വിചാരിച്ച മാതിരിയല്ല, ഒത്തിരി ആൾക്കാരുണ്ട്, ഇനി കുറച്ചുകൂടെ ഇരുട്ടട്ടെ, കുറേ ആൾക്കാരൊക്കെ അങ്ങോട്ട് പുറത്തോട്ട് പോകും, അന്നേരം നമുക്ക് എവിടെയാണ് ഈ സ്വർണ്ണമൊക്കെ വെച്ചിരിക്കണമെന്ന് നോക്കിയിട്ട് എടുത്തിട്ട് പോകാമെന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ച് ഈ കള്ളനുണ്ടല്ലോ ഇങ്ങനെ നടന്നു പോയി. നടന്നിട്ട് ഒരു വലിയൊരു കർട്ടൻ ഉണ്ടായിരുന്നു. ആ കർട്ടൻ്റെ ബാക്കിൽ ഒളിച്ചിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ആൾക്കാരൊക്കെ പോകുന്നുണ്ടോ എന്താ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കി കർട്ടൻ്റെ ബാക്കിലായിട്ട് ഒളിച്ച് നിൽക്കുകയാണ് ഈ കള്ളൻ. ആ വീട്ടിൽ ഭാഗവത സപ്താഹം നടക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അന്നേരം ഊണ് കഴിക്കാൻ പോയിരുന്ന യജ്ഞാചാര്യൻ ഒരു പാവം ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം മടങ്ങി വന്നിട്ട് സ്വസ്ഥാനത്തിരുന്ന് ഭാഗവതം ചൊല്ലാൻ തുടങ്ങി. കള്ളനാകട്ടെ കർട്ടൻ്റെ ഇടയിൽ നിന്നിട്ട് ഇതെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. ആ ഭാഗവതാചാര്യൻ ഒരു പാവം ബ്രാഹ്മണനാണെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം തൻ്റെ ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. ഈ ഭാഗവത സപ്താഹത്തിന് ഇങ്ങനെ വായിക്കാൻ വരുന്നത് പുള്ളിയുടെ നിത്യവൃത്തി കഴിയാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം കഥ ചൊല്ലാൻ തുടങ്ങി. ഗുരുവായൂരപ്പ ഭഗവാന്റെ വനഭോജനമായിരുന്നു പറയാൻ തുടങ്ങിയത്. വനഭോജനത്തിനായിട്ട് ഗുരുവായൂരപ്പ ഭഗവാൻ ഒരുങ്ങി കാട്ടിലേക്ക് പോകുന്ന ഭാഗമായിരുന്നു അദ്ദേഹം ചൊല്ലാൻ തുടങ്ങിയത്. യശോദാമ്മ ഒരുപാട് ആഭരണങ്ങൾ ഇട്ട് അണിയിച്ചു ഒരുക്കിയാണല്ലോ ഗുരുവായൂരപ്പ ഭഗവാനെ കാട്ടിലേക്ക് അയക്കുന്നത്. അപ്രകാരം സർവാഭരണ ഭൂഷിതനായിട്ടാണല്ലോ പശുക്കുട്ടികളെയും കൊണ്ട് ഭഗവാൻ കാട്ടിലേക്ക് പോകുന്നത്. ആ ഭാഗമാണ് അന്ന് യജ്ഞാചാര്യനായ ആ ബ്രാഹ്മണൻ വർണ്ണിക്കുന്നത്. പുള്ളി ഇങ്ങനെ ഭഗവാനെ അണിയിച്ചൊരുക്കുന്ന കാര്യം വർണ്ണിച്ച് ഓരോ ആഭരണത്തിൻ്റെയും കൃത്യമായ കാര്യങ്ങളും എങ്ങനെയാണ് എന്നുള്ളതും എന്ത് വലിപ്പമുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആഭരണത്തെക്കുറിച്ച് തന്നെ പുള്ളി ഒരുപാട് ഇങ്ങനെ വർണ്ണിച്ചു. ഭക്തിയുടെ പാരമ്യം കൊണ്ട് ആ ബ്രാഹ്മണന് ഭഗവാനെ അണിയിച്ചൊരുക്കുന്ന വിധവും അണിയിച്ചൊരുക്കുന്ന ആഭരണങ്ങളുടെ വർണ്ണനയും എത്രമാത്രം പറഞ്ഞിട്ടും തൃപ്തിയാവുന്നില്ല. പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആഭരണത്തിൻ്റെയും കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയുകയാണ്. ഭക്തി കാരണം
ആ ബ്രാഹ്മണൻ ഭഗവാനെ എത്രത്തോളം ഉയർത്താൻ പറ്റുമോ അത്രത്തോളം അങ്ങനെ ഉയർത്തി പറയാണ്. ഇതെല്ലാം ആ കള്ളൻ അങ്ങോട്ട് നിന്നിങ്ങനെ കേൾക്കുകയാണ്. ഇത് കൊള്ളാലോ കാര്യം, ഒരു കുഞ്ഞു ബാലന് ഇത്രയും ആഭരണമോ, ആഭരണം ഇട്ടിട്ട് ആണോ കാട്ടിലോട്ട് പോകുന്നത്? ഇങ്ങനെ കള്ളനിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഈ വീട്ടിലുള്ളതിനേക്കാളും ആഭരണം ആ കുഞ്ഞിൻ്റെ ദേഹത്തുണ്ടോ? ഇങ്ങനെ ആലോചിക്കുകയാണ് കള്ളൻ. ഉടനെ കള്ളൻ ആലോചിക്കുകയാണ്, ഈ കുട്ടീനെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്കിനി വേറെ മോഷ്ടിക്കേണ്ടതില്ലല്ലോ. ഈ വീട്ടിൽ എന്തായാലും തിരക്കാണ്. അതിനേക്കാളും ഈ കുട്ടി ഒറ്റയ്ക്കല്ലേ കാട്ടിലോട്ട് പോകുന്നേ. അവിടെ പോയിട്ട് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് എല്ലാ ആഭരണവും ഇങ്ങനെ എടുത്താലോ. അങ്ങനെ കള്ളൻ ആലോചിച്ചു തുടങ്ങി. കള്ളൻ തൽക്കാലം വിചാരിച്ചു, ഈ വീട് ഇപ്പോഴത്തേക്ക് വിട്ടേക്കാം. എന്നിട്ട് ഈ ബ്രാഹ്മണൻ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങുമല്ലോ. അപ്പോൾ ബ്രാഹ്മണനോട് ചോദിച്ചിട്ട് ഈ കുട്ടി ഏത് കാട്ടിലാണ് എവിടെയാണ് ഉള്ളതെന്ന് കറക്റ്റായിട്ട് അങ്ങോട്ട് ചോദിച്ചിട്ട് നേരെ പോയി ആ കുട്ടിയുടെ കയ്യിലുള്ള എല്ലാ ആഭരണവും അങ്ങോട്ട് എടുത്തേക്കാം. അന്നേരം ഇനി എനിക്ക് മോഷ്ടിക്കേണ്ടതില്ലല്ലോ. കുറേ കാലത്തേക്കായല്ലോ, ഒത്തിരി ആഭരണം ധരിച്ചുകൊണ്ടല്ലേ ആ കുഞ്ഞിരിക്കുന്നത് എന്നിപ്രകാരം കള്ളൻ വിചാരിച്ചു. ഉടനെ തന്നെ വീട്ടിനകത്തു നിന്ന് പതുക്കെ പതുങ്ങി വന്നതുപോലെ തന്നെ പുറത്തോട്ട് അങ്ങോട്ട് ഇറങ്ങി. പുറത്തോട്ട് ഇറങ്ങിയിട്ട് പുറത്തിറങ്ങി ഒരു മരത്തിൻ്റെ മറവിൽ അങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഈ ബ്രാഹ്മണൻ വരുമ്പോഴത്തേക്കും പിടിച്ചിട്ട് തടഞ്ഞു നിർത്തിയിട്ട് ഒന്ന് ചോദിക്കാം, എവിടെയാണ് ഈ കുട്ടിയെ ഉള്ളത് എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് കള്ളൻ പതുങ്ങി അങ്ങനെ ഇരിക്കുകയാണ് പുറത്ത്. അന്നേരം ഈ ബ്രാഹ്മണനാണെങ്കിൽ അന്നത്തെ സപ്താഹം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുകയാണ്. അന്നത്തെ ദക്ഷിണയൊക്കെ വാങ്ങി സന്തോഷമായിട്ട് വീട്ടിലോട്ട് ഇങ്ങനെ നടക്കുകയാണ്. നടന്ന് ബ്രാഹ്മണൻ ആ മരത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴത്തേക്കും ഈ കള്ളനുണ്ടല്ലോ ചാടി വീണു ബ്രാഹ്മണൻ്റെ മുകളിലേക്ക്. അപ്പോഴത്തേക്കും ബ്രാഹ്മണൻ ആകെ പേടിച്ചു പോയി. കള്ളനാണല്ലോ, എന്താ ചെയ്യുക? അപ്പോഴത്തേക്കും ബ്രാഹ്മണൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ കൂടെ ഇന്ന് കിട്ടിയ ദക്ഷിണ മാത്രമേ ഉള്ളൂ. അത് തന്നെ എനിക്ക് കുടുംബത്തിൽ കൊണ്ടുപോകാനുള്ളതാണ്, അരിയൊക്കെ മേടിക്കാനുള്ളതാണ്, അതുകൊണ്ട് എന്നെ വിട്ടേക്കണേ എന്ന് പറഞ്ഞിട്ട് ബ്രാഹ്മണൻ കരയാൻ തുടങ്ങി. അപ്പോഴേക്കും കള്ളൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ദക്ഷിണയൊന്നും വേണ്ട, പക്ഷെങ്കിൽ എനിക്കൊരു കാര്യം അറിയാണ്ട്, അത് പെട്ടെന്ന് പറഞ്ഞു തരണം. അതായത് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു കുട്ടിയുടെ കാര്യം, ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ കാട്ടിൽ പോകുന്നു, എന്നും രാവിലെ ഇങ്ങനെ കാട്ടിൽ പോകുമെന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ കുട്ടി എവിടെയാണ്, ഏത് കാട്ടിലാണ് എന്നുള്ളത് എനിക്കിപ്പോൾ പറഞ്ഞു തരണം, അത് മാത്രമാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് കള്ളൻ ചോദിച്ചു. രാമണ്ണാണെങ്കിൽ കാര്യം മനസ്സിലായില്ല. രാമൻ പറഞ്ഞു, എൻ്റെ പിടിയൊന്ന് വിടൂ, എന്താ എനിക്ക് മനസ്സിലായില്ല, ഏത് കുട്ടിയാ? അപ്പോഴേക്കും കള്ളൻ പറഞ്ഞു, അത് നേരത്തെ പറഞ്ഞില്ലേ ഒരു കുട്ടി രാവിലെ അമ്മ ഒരുക്കിയിട്ട് ഒരുപാട് ആഭരണമൊക്കെ ഇട്ടിട്ട് എന്നും രാവിലെ ഇങ്ങനെ പോവും കാട്ടിലോട്ട് പശുക്കളെ മേയ്ക്കാനായിട്ട് എന്ന് പറഞ്ഞില്ലേ, ആ കുട്ടിയുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞേ. അന്നേരം ബ്രാഹ്മണന് മനസ്സിലായി ഭഗവാനെ കുറിച്ചാണല്ലോ ഇയാൾ ചോദിക്കുന്നതെന്ന്. ബ്രാഹ്മണൻ പറഞ്ഞു, ആ കുട്ടിയുടെ പേര് കൃഷ്ണൻ എന്നാണ്. കൃഷ്ണൻ ഇവിടെയൊന്നുമല്ല, അങ്ങ് ദൂരെ പോകേണ്ടി വരും. അത് നോർത്ത് ഇന്ത്യയിലാണ്, വൃന്ദാവൻ എന്ന് പറയുന്ന സ്ഥലത്തിലാണ് ആ കുട്ടി പശുക്കളെ മേയ്ക്കാനായിട്ട് പോകുന്നത്. ഉടനെ കള്ളൻ ചോദിച്ചു, അത് വനമാണോ, വനത്തിനകത്താണോ? അത് വനമാണ്, പക്ഷേങ്കിൽ അതിൽ കൂടുതലുള്ളത് തുളസി ചെടിയാണ്. തുളസി ചെടി ഒരുപാട് വളർന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണ്, അവിടെയാണ് ഈ പറഞ്ഞ കൃഷ്ണനുള്ളത് എന്ന് ബ്രാഹ്മണൻ കള്ളനോട് പറഞ്ഞു. കള്ളൻ ഓർത്തു, കുറച്ച് ദൂരെയാണെങ്കിലും ഒറ്റയടിക്ക് കുറേ സ്വർണ്ണം ഇങ്ങനെ എടുക്കാമല്ലോ, രത്നാഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ കിട്ടുമല്ലോ, കുറേ കാലത്തേക്ക് ഇനി ജോലി ചെയ്യണ്ടല്ലോ, അതായത് മോഷ്ടിക്കണ്ടല്ലോ. അതുകൊണ്ട് കള്ളൻ ബ്രാഹ്മണന് വളരെയധികം നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ കയ്യിലിരുന്ന് കുറച്ച് പണം കൂടെ എടുത്ത് ബ്രാഹ്മണൻ്റെ കൈവശം കൊടുത്തു. ബ്രാഹ്മണന് ഒത്തിരി സന്തോഷമായി. ഭഗവാനിലേക്ക് വഴികാട്ടുന്നവർക്ക് ഭഗവാൻ നല്ലതേ വരുത്തൂ ഗുരുവായൂരപ്പ. അങ്ങനെ ആ കള്ളൻ ഉത്തർപ്രദേശിലുള്ള വൃന്ദാവനത്തിലേക്ക് യാത്ര തിരിച്ചു. കള്ളൻ വൃന്ദാവനത്തിലെത്തിയപ്പോഴത്തേക്കും അതൊരു നഗരം പോലെ തോന്നി. എന്നിരുന്നാലും കള്ളൻ അവിടെയൊക്കെ കൃഷ്ണനെ അന്വേഷിച്ചു, കാണാനില്ല. അവിടത്തേക്കും ഒരു സ്ഥലത്ത് എത്തിയപ്പോഴേക്കും
ഒരു സന്യാസി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ കള്ളനാണെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കുട്ടിയെ അറിയാവോ? ധാരാളമായിട്ട് ഇങ്ങനെ ആഭരണമൊക്കെ അണിഞ്ഞുകൊണ്ട് രാവിലെ ഇങ്ങനെ ഇറങ്ങിയിട്ട് പശുവിനെയും കൊണ്ട് ഇങ്ങനെ മേയ്ക്കാനായിട്ട് പോവും. കണ്ടിട്ടുണ്ടോ? എവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞിട്ട് ആ സന്യാസിയോട് ഈ കള്ളൻ ചോദിച്ചു. സന്യാസിക്ക് ഇത് കേട്ടിട്ട് ആശ്ചര്യമായി. സന്യാസി പറഞ്ഞു, കൃഷ്ണനാണോ? കൃഷ്ണൻ ഏത് ഭാഗത്തും ഉണ്ടാവുമല്ലോ, ഏത് ഭാഗത്താണെന്ന് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, എല്ലായിടത്തും കാണും കൃഷ്ണൻ എന്ന് പറഞ്ഞു. കള്ളൻ സന്യാസിയോട് ഒന്നുകൂടെ ചോദിച്ചു, എനിക്ക് ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഏത് വഴിയിലാണ് വരിക ഈ കൃഷ്ണൻ, ഏത് വഴി കൂടിയാണ് വരിക, എവിടെയാണ് വരിക എന്നൊക്കെ എനിക്ക് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് സന്യാസിയോട് ചോദിച്ചു. അപ്പോഴേക്കും സന്യാസി പറഞ്ഞു, ഞാൻ ഒരു വഴി പറഞ്ഞു തരാം. കാണണമെങ്കിൽ ഒരു വഴിയുണ്ട്. ആ ദൂരെ കാണുന്ന കുന്ന് കണ്ടില്ലേ, ആ കുന്നിൻ ചരിവിലായിട്ട് കൃഷ്ണൻ വരാറുണ്ട്. കാരണം കുന്നിൻ്റെ അപ്പുറത്ത് കൃഷ്ണൻ്റെ ഒരു ഇഷ്ടക്കാരിയുണ്ട്, രാധ എന്നാ പേര്. രാധയെ കാണാനായിട്ട് കുന്നിൻ ചരിവിൽ വന്നിട്ട് കുന്ന് കയറി ഇറങ്ങി രാധയെ കണ്ടിട്ടാണ് പോവാറ്. ആ കുന്നിൻ ചരിവിലെ വഴിയിൽ പോയിട്ട് നിന്നാൽ കൃഷ്ണനെ കാണാൻ പറ്റും. ഇപ്രകാരം ആ സന്യാസി കള്ളനോട് പറഞ്ഞു. ഇത് കേട്ട കള്ളന് വളരെ സന്തോഷമായി. അന്വേഷിച്ചു വന്ന് കൃഷ്ണനെ കണ്ടുല്ലോ, ഇനി ആഭരണങ്ങൾ എടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് നേരെ കുന്നിൻ ചരിവിലോട്ട് നടന്നു. അങ്ങനെ നടന്ന് കുന്നിൻ്റെ ചരിവിലെത്തി. ആ ചരിവിലെ വഴിയിൽ ഒരു മരത്തിൻ്റെ മുകളിലായിട്ട് കയറിയിരുന്നു. കാരണം കൃഷ്ണൻ വന്ന ഉടനെ പുറത്ത് ചാടണമല്ലോ, പുറത്ത് ചാടി കൃഷ്ണനെ താഴെ ഇട്ടിട്ട് വേണം ആഭരണങ്ങളെല്ലാം എടുക്കാനായിട്ട്. അപ്പോൾ അത് കരുതിയിരുന്നിട്ട് മരത്തിൻ്റെ മുകളിലാണ് കള്ളനിരുന്നത്. നേരം ഉച്ചയായി. ഇങ്ങനെ കള്ളൻ നോക്കുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു സുഗന്ധം ഇങ്ങനെ വരികയാണ്. ആ സുഗന്ധം അനുഭവിച്ചപ്പോൾ തന്നെ കള്ളൻ ഇങ്ങനെ ഒരു സന്തോഷമായി. എന്താ സുഗന്ധം, ഇതുവരെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു സുഗന്ധം അനുഭവിച്ചിട്ടില്ല. അന്നേരം ഉടനെ തന്നെ ചെറിയ മണിയുടെ ശബ്ദം കേട്ടു. കള്ളൻ മരത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോഴേക്കും കുറേ പശുക്കളെ കണ്ടായിരുന്നു. പശുക്കളുടെ കഴുത്തിലെ മണിയൊച്ചയാണ് ആ കേട്ടത്. കള്ളൻ ഒന്നുകൂടെ ശരിക്കും നോക്കി. അപ്പോഴതാ പശുക്കളുടെ ഇടയിൽ ഒരു കൊച്ചു രത്നം പോലെ ഒരു കാഴ്ച കണ്ടായിരുന്നു. മഞ്ഞ പട്ടൊക്കെ എടുത്ത് ഒരു ബാലൻ ഇങ്ങോട്ട് വരികയാണ്. കയ്യിൽ കാലുകൾ മേയ്ക്കുന്ന ഒരു കോലുമുണ്ട്. ആ കാഴ്ച കണ്ട മാത്രയിൽ കള്ളന് എന്തെന്നില്ലാത്തൊരാനന്ദം ഉണ്ടായി. നമ്മളെ ഗുരുവായൂരപ്പ പോകാനല്ലേ അത്, പിന്നെ എങ്ങനെയാണ് ആനന്ദം ഉണ്ടാവാണ്ടിരിക്കുക? ഹരേ കൃഷ്ണ. കള്ളൻ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി. ആ ബാലൻ സർവാഭരണ വിഭൂഷിതനാണ്. ഒരുപാട് ഇങ്ങനെ ആഭരണമുണ്ട് ദേഹത്ത്. അന്നേരം ആ ബാലനാണെങ്കിൽ പശുക്കളോട് അവിടെ മേയാൻ പറഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടമാണ് ഈ കള്ളൻ നിൽക്കുന്ന മരത്തിൻ്റെ സൈഡിലോട്ട്, അതായത് അതിൻ്റെ വശത്തൂടെ വേണം കുന്നിൻ്റെ താഴ്വാരത്തോട്ട് പോകാനായിട്ട്. ആ ബാലൻ മരത്തിൻ്റെ ചുവട്ടിലെത്തിയതും കള്ളൻ്റെ ഒറ്റ ചാട്ടമാണ് ബാലൻ്റെ മുകളിലേക്ക്. രണ്ടുപേരും കൂടെ അങ്ങോട്ട് മറിഞ്ഞു വീണു. കള്ളൻ ബാലൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. കള്ളൻ ഇങ്ങനെ സാഗൂത ആ ബാലൻ്റെ മുഖത്തോട്ട് നോക്കി. ഇത്രയും വെയിറ്റുള്ള താനൊന്ന് വീണിട്ട് ഈ ബാലനൊന്നും സംഭവിച്ചില്ലല്ലോ. ബാലനെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ബാലൻ ചോദിക്കുകയാണ്, കുറച്ചുകൂടെ ശക്തിയിൽ അങ്ങോട്ട് ചാടായിരുന്നില്ലേ? ഇത് കേട്ട കള്ളൻ ആകെ ഞെട്ടിപ്പോയി. അന്നേരം ആ ബാലൻ കൈകൊണ്ട് ഒരു ചെറിയ തട്ട് കൊടുത്തു. ആ കള്ളൻ ദൂരേക്ക് അങ്ങോട്ട് തെറിച്ചു പോയി. എന്നിട്ട് പൊടിയൊക്കെ തട്ടി ബാലൻ നിലത്തു നിന്ന് എണീറ്റിട്ട് നേരെ കള്ളൻ്റെ അടുത്ത് നിന്നിട്ട് കൈ കൊടുത്തിട്ട് എണീറ്റേ എന്ന് പറഞ്ഞു. അപ്രകാരമുള്ള ഒരു സ്പർശനം ഏറ്റ മാത്രയിൽ തന്നെ കള്ളൻ ആ ജന്മത്തിൽ ചെയ്തിട്ടുള്ള സകല പാപകറകളും കഴുകി അങ്ങോട്ട് പോവുക ചെയ്തേ. ആ കള്ളൻ്റെ മനസ്സ് പെട്ടെന്ന് നിർമ്മലമായി. കാര്യമൊന്നും ഇല്ലാണ്ട് തന്നെ കള്ളൻ്റെ കണ്ണിൽ നിന്നും ധാരധാരയായിട്ട് കണ്ണുനീരിങ്ങനെ വരികയാണ്. കള്ളൻ കരച്ചിലിനിടയിൽ തന്നെ ഭഗവാനെ ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, ശരിക്കും അങ്ങ് ആരാണ്?
അപ്പോഴേക്കും ആ ബാലൻ പറഞ്ഞു, ഞാൻ ആരാണെന്ന് എന്തിനാ അന്വേഷിക്കുന്നേ? എൻ്റെ പക്കലുള്ള സ്വർണം കക്കാനല്ലേ വന്നേ. എന്നിട്ട് മാലയും നെക്ലേസും കൈവളകളും തോൾവളകളും എല്ലാം ഊരിയിട്ട് എന്നാ കൊണ്ടുവയ്ക്കുമോ എന്ന് പറഞ്ഞിട്ട് ആ കള്ളൻ്റെ കയ്യിലോട്ട് അങ്ങോട്ട് കൊടുത്തു. കള്ളൻ കരഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, അങ്ങേ കണ്ടതിന് ശേഷം എനിക്ക് ഇതിലോട്ടൊന്നും ഒരു താല്പര്യവുമില്ല, ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് അങ്ങയുടെ ഒപ്പം ഇരിക്കണം, അത് മാത്രം മതിയെന്ന് ആ കള്ളൻ പറഞ്ഞു. ഉടനെ ബാലൻ പറഞ്ഞു, എനിക്കിപ്പോൾ അതൊന്നും സാധിക്കില്ല, എനിക്ക് അപ്പുറത്ത് പോയിട്ട് എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, കാണാൻ പോകണം. ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ദിവസവും ഈ വഴിക്ക് വരുമ്പോൾ നിന്നെയും കൂടെ ഒന്ന് കാണാം, അതേ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാലൻ കുന്നിലേക്ക് ഓടിപ്പോയി. കള്ളൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആ ബാലൻ കുന്നിറങ്ങി വരുന്നത് കണ്ടു. കയ്യിലൊരു പൊതിയുണ്ട്. ബാലൻ ഓടി വന്നിട്ട് പറഞ്ഞു, കുശലാന്വേഷണമൊക്കെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇതെന്തായാലും കുറച്ച് പലഹാരമാണ്, ഇതെനിക്ക് രാധ തന്നതാണ്, ഞാൻ ഒരുപാട് കഴിച്ചു, ഇത് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കള്ളൻ്റെ കയ്യിലോട്ട് ആ പലഹാരപ്പൊതി അങ്ങോട്ട് കൊടുത്തു. ആ പൊതി കള്ളൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പശുക്കളുടെ അടുത്തേക്ക് ആ ബാലൻ ഓടിപ്പോയി. ഇപ്രകാരം എന്നും ബാലനെ കള്ളൻ കാണാറുണ്ട്. ഇങ്ങനെ കുറേ കാലം അങ്ങനെ കഴിഞ്ഞു പോയി. ഭഗവാനുമായിട്ടുള്ള നിരന്തര സമ്പർക്കം കാരണം ആ പേരും കള്ളന് ചിത്തശുദ്ധി വന്ന് അദ്ദേഹം വളരെ തേജസ്സുള്ള ഒരു സന്യാസിയായിട്ട് മാറി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ സന്യാസിയായ കള്ളൻ അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു വയസ്സായ ബ്രാഹ്മണൻ ഭാര്യയോടൊപ്പം വരുന്നത് കണ്ടു. ആ ബ്രാഹ്മണനെ ഈ സന്യാസി ഓർത്തു. അന്ന് കല്യാണ വീട്ടിൽ ഭാഗവത സപ്താഹം പറഞ്ഞ യജ്ഞാചാര്യനായ ബ്രാഹ്മണനാണല്ലോ എന്ന് സന്യാസി വിചാരിച്ചു. ആ ബ്രാഹ്മണനും കുടുംബവും വൃന്ദാവനം കാണാനായിട്ട് വന്നതാണ്. സന്യാസിയായി മാറിയ കള്ളൻ ഓടി ഈ ബ്രാഹ്മണൻ്റെ അടുത്തോട്ട് എത്തിയിട്ട് സാഷ്ടാംഗം അങ്ങ് വീട് നമസ്കരിച്ചു ബ്രാഹ്മണനെ. ബ്രാഹ്മണൻ ആലോചിച്ചത്, ആരാത്, ഒരു സന്യാസി ശ്രേഷ്ഠൻ എൻ്റെ കാൽക്കൽ വീഴുന്നു. അപ്പോഴേക്കും ആ സന്യാസി എഴുന്നേറ്റിട്ട് ബ്രാഹ്മണനോട് ചോദിച്ചു, അങ്ങേക്ക് എന്നെ ഓർമ്മയുണ്ടോ, അങ്ങ് ഇന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല, ആരാ, അങ്ങേക്ക് കോടി പുണ്യമുണ്ട്, കാരണം അങ്ങാണ് എനിക്ക് ഭഗവാനിലേക്കുള്ള വഴി കാണിച്ചു തന്നത്. അന്നേരം ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്ക് ശിഷ്യന്മാരാരും ഇല്ലല്ലോ, അങ്ങ് ആരാണ്? ഉടനെ സന്യാസി പറഞ്ഞു, അങ്ങ് അന്ന് പറഞ്ഞു തന്ന പ്രകാരം ഞാനിവിടെ എത്തിയത് കൊണ്ടാണ് എനിക്ക് എന്നും ഭഗവാനെ കാണാൻ സാധിക്കുന്നത്. ബ്രാഹ്മണ ശ്രേഷ്ഠന് ഒന്നും മനസ്സിലായില്ല. അദ്ദേഹം ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല, എന്താ കാര്യം പറഞ്ഞോളൂ. അപ്പോഴത്തേക്കും നമ്മുടെ ഈ സന്യാസി വര്യൻ പറഞ്ഞു, ഞാൻ ആ പഴയ കള്ളനാണ്, ഓർമ്മയുണ്ടോ, ആ കല്യാണ വീട്ടിൽ വെച്ചിട്ട് ഞാൻ അങ്ങേ തടഞ്ഞു നിർത്തിയതും ആഭരണങ്ങൾ അണിഞ്ഞ കൃഷ്ണനെ എവിടെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങല്ലേ പറഞ്ഞത് വൃന്ദാവനത്തിലെന്ന്. അങ്ങനെയാണ് ഞാനിവിടെ എത്തിപ്പെട്ടത്, അത് കാരണം എനിക്കിപ്പോൾ എന്നും ഭഗവാനെ കാണാൻ സാധിക്കുന്നുണ്ട്. ബ്രാഹ്മണൻ ആശ്ചര്യഭരിതനായി, ബാലനെ കാണുന്നുണ്ടെന്നോ, ഭഗവാനെ കാണുന്നുണ്ടെന്നോ? സന്യാസി പറഞ്ഞു, അതെ, ദിവസം 2 നേരം കാണുന്നുണ്ട്, രാധയെ കാണാനായിട്ട് 2 നേരം വരുന്നുണ്ട് കൃഷ്ണൻ. ഇത് കേട്ടപ്പോഴത്തേക്കും ബ്രാഹ്മണൻ എന്താ ചെയ്യുക എന്നറിയില്ല. ബ്രാഹ്മണൻ ആകെ സന്തോഷവും ആനന്ദവും കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി. ബ്രാഹ്മണൻ പറഞ്ഞു, എന്നെ കൂടെ ഒന്ന് കാണിക്കാമോ, എനിക്കൂടെ ഒന്ന് ആ ബാലനെ കാണണം, കൃഷ്ണനെ കാണണം എന്ന് പറഞ്ഞു. അതിനെന്താ, കാണിച്ചു തരാലോ എന്ന് പറഞ്ഞിട്ട് സന്യാസി ദേഹത്തെയും കൂട്ടിക്കൊണ്ട് ആ കുന്നിൻ ചരിവിലുള്ള മരത്തിൻ്റെ ചുവട്ടിലേക്ക് ചെന്ന് അവിടെ ഇരുന്നു. ഉച്ചയായപ്പോഴേക്കും വളരെ നല്ലൊരു സുഗന്ധം അനുഭവപ്പെടാൻ തുടങ്ങി. സന്യാസി വര്യൻ ചോദിച്ചു ബ്രാഹ്മണനോട്, അങ്ങേക്കൊരു നല്ല സുഗന്ധം അനുഭവപ്പെടുന്നില്ലേ, അകിലിൻ്റെയും ഗോരോചനത്തിൻ്റെയും കളപ്പത്തിൻ്റെയൊക്കെയുള്ള നല്ലൊരു സുഗന്ധം അനുഭവപ്പെടുന്നില്ലേ? ബ്രാഹ്മണൻ ഇങ്ങനെ ശ്രദ്ധിച്ചു. ഇല്ലല്ലോ, എനിക്കൊരു സുഗന്ധവും വരുന്നില്ലല്ലോ. ഭഗവാനെ കൃഷ്ണ, അങ്ങയുടെ സുഗന്ധം പോലും എനിക്ക് ലഭ്യമല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കരഞ്ഞു ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ്റെ കരച്ചിലങ്ങനെ മൂർധന്യ ദശയിൽ എത്തിയപ്പോഴേക്കും കാണാം ഭഗവാന്റെ കുരുക്കൂട്ടുകളുടെയും കസ്തൂരിയുടെയും കളഭത്തിൻ്റെയൊക്കെ
അതിമനോഹരമായ സുഗന്ധം ബ്രാഹ്മണൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. ബ്രാഹ്മണൻ എന്തെന്നില്ലാത്ത ആനന്ദത്തിലായി. സന്യാസി ചോദിച്ചു, പശുക്കളുടെ കുളമ്പടി കേൾക്കുന്നുണ്ടോ? മണിനാദം കേൾക്കുന്നുണ്ടോ? അപ്പോഴേക്കും ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ ശബ്ദം ഒന്നും കേൾക്കാൻ മേല. ഒന്നും കേൾക്കുന്നില്ലല്ലോ ഭഗവാനെ. ഗുരുവായൂരപ്പ, അങ്ങയുടെ പശുക്കളുടെ കുളമ്പടി പോലെ എനിക്ക് കേൾക്കാൻ മേലല്ലോ. ഇങ്ങനെ നെഞ്ചുരുകി ബ്രാഹ്മണൻ പ്രാർത്ഥിച്ചപ്പോഴേക്കും ചെറുതായിട്ടുള്ള മണിനാദവും കുളമ്പടി ശബ്ദവും ബ്രാഹ്മണൻ്റെ ചെവിയിലേക്ക് ഇരച്ചെത്തി. അപ്പോഴതാ ആ ബാലൻ വരുന്നത് സന്യാസി കണ്ടു. ഒരു രത്നം പോലെ ഇങ്ങനെ പശുക്കളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ വരികയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ ബ്രാഹ്മണനെ വിളിച്ച് കുലുക്കിയിട്ട് പറഞ്ഞു, ഇതോ നോക്കൂ നോക്കൂ, ഇതാ വരുന്നുണ്ട് കൃഷ്ണൻ. ബ്രാഹ്മണനാകട്ടെ കണ്ണ് തിരുമ്മി നോക്കിയിട്ട് ഭഗവാനെ കാണാനില്ല, കൃഷ്ണനെ കാണാൻ പറ്റിയിട്ടില്ല. ഇവിടെയാണ് ചില ഭക്തർ ഭഗവാനോട് കണക്ക് പറയുന്നത്. ഭക്തർ ഒരു കാരണവശാലും ഭഗവാനോട് കണക്ക് പറയാൻ പാടില്ല. ഞാൻ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, ആ വഴിപാട് കഴിച്ചില്ലേ, ഇങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഈ ബ്രാഹ്മണനും അതേപോലെ അങ്ങോട്ട് പറയാൻ തുടങ്ങി. ഞാൻ എത്രയിടത്ത് ഭാഗവത സപ്താഹം യജ്ഞാചാര്യനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, എന്തൊക്കെ കഥകൾ, ഭഗവാന്റെ കഥകൾ ഒരുപാട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഭഗവാനെ എന്നും വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും കള്ളന് ദർശനം കൊടുത്തുല്ലോ, എനിക്ക് ദർശനം തരാണ്ട് ഇങ്ങനെ ഇരിക്കുന്നല്ലോ എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് വിലപിക്കുകയാണ് ആ ബ്രാഹ്മണൻ. അപ്പോഴേക്കും ബ്രാഹ്മണൻ്റെ ചെവിയിൽ ഒരു അശരീരി പോലെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായി. ഞാനുണ്ട് എന്ന് വിശ്വസിച്ച് ആ കള്ളൻ വന്നു. എന്നെ കാണണം എന്ന് കരുതി തന്നെയാണ് ആ കള്ളൻ വന്നത്. അങ്ങനെയുള്ള അവന് എങ്ങനെ ഞാൻ കാഴ്ച കൊടുക്കാണ്ടിരിക്കും? എന്നാൽ നീയോ? ഞാനുണ്ടായിരിക്കാം എന്നാണ് എല്ലാ കഥകളിലും പറയുന്നത്. ഭഗവാൻ തുടർന്നു, ഞാനുണ്ട് എന്ന് ഒരു സപ്താഹത്തിലും നീ പറഞ്ഞിട്ടില്ല. ഞാനുണ്ടാവാം എന്നാണ് പലപ്പോഴും പറയാറുള്ളത്. എന്നാൽ ഈ കള്ളൻ അന്ന് തടഞ്ഞു നിർത്തിയപ്പോഴേക്കും കള്ളനെ മണ്ടനാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു പിടിക്കുക ചെയ്തത്. ഇത് കേട്ട ബ്രാഹ്മണൻ നിലത്ത് സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് സമസ്താപരാരും പുറത്ത് കാഴ്ച തരണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും ഭഗവാന്റെ ശബ്ദം വീണ്ടും കേൾക്കുകയുണ്ടായി. ഭഗവാൻ പറഞ്ഞു, എന്നിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് ഞാനുണ്ടെന്ന് കരുതി വന്ന കള്ളനായ ആ സന്യാസി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് നിനക്ക് എൻ്റെ ശബ്ദവും ഗന്ധവും അനുഭവപ്പെടാൻ സാധിച്ചു. തീർച്ചയായും ഒരു ദിവസം ഞാൻ നിനക്ക് മുന്നിലും പ്രത്യക്ഷനാകും. അതുവരെ ജപവും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. ഭഗവാന്റെ അരുളപ്പാട് പ്രകാരമായി. ഇത് കേട്ട ബ്രാഹ്മണൻ കള്ളനായിരുന്ന ആ സന്യാസിയെ കൈകൂപ്പി വണങ്ങി. ഭഗവാൻ എല്ലായിടത്തും ഉണ്ടെന്ന് നാം അടിയുറച്ച് വിശ്വസിക്കണം. അങ്ങനെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഭക്തരെ ഭഗവാൻ ഒരു കാരണവശാലും കൈവിടുകയില്ല. ഭഗവാന്റെ മുന്നിൽ ഭക്തരെല്ലാം തുല്യരാണ്. വലിപ്പ ചെറുപ്പം ഒന്നുമില്ല. ഭക്തിയാണ് പ്രാധാന്യം. സർവവ്യാപിയായ ഗുരുവായൂരപ്പ ഭഗവാൻ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞവർ കമൻറ്റ് ബോക്സിൽ എഴുതുക, ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് ഇരിക്കുന്നവർക്കും എഴുതാം, ഹരേ കൃഷ്ണ. ഏവർക്കും നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.